കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയവർ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അങ്ങ് എൻ്റെ നാട് പത്തനംതിട്ട അവിടെ പോകണം. പക്ഷെ അവരെടുത്തായിരുന്നു എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അവർ പറയുന്ന 69 ലക്ഷം രൂപ എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും 69 ലക്ഷം രൂപയൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ദിയ കൃഷ്ണയുടെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് അവരുടെ അനുമതി ഇല്ലാതെയാണ് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തത് എന്ന്. എന്നാൽ ഇത് സാധ്യമാണോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് നിയമപരമായ പരിമിതികളും അവകാശങ്ങളുമുണ്ട്. ഒരു വ്യക്തിക്ക് നെറ്റ് ബാങ്കിംഗ് ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാം. അതല്ല എങ്കിൽ റിട്ടേൺ ആപ്ലിക്കേഷനോ കൺസെന്റോ ബാങ്കിൽ കൊടുക്കുകയോ അതുമല്ലെങ്കിൽ മൂന്നാമതായി കോടതിയുടെ ഉത്തരവ് പ്രകാരം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരാളുടെ എടുക്കാം. ഇതൊന്നുമില്ലാതെ ആരെങ്കിലും അക്കൗണ്ട് വിവരങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് എടുത്ത ആൾക്കും എടുപ്പിച്ച ആൾക്കും വലിയൊരു നിയമലംഘനം തന്നെയാണ്. അത്തരമൊരു സംഭവത്തിൽ ഈ സ്റ്റാഫ് പരാതി നൽകിയാൽ അതിന് നിയമപരമായ ഒരു ബലമുണ്ടായിരിക്കും. എല്ലാ ബാങ്കുകൾക്കും അവരുടെ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്വമുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾ ആരുടെയും പക്ഷത്തു നിന്നല്ല സംസാരിക്കുന്നത്. ബാങ്ക് പ്രൈവസിയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക, സുരക്ഷിതരായിരിക്കുക.